നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഏറെ നിർണായകമാണെന്ന് VM സുധീരൻ. ആര്യാടൻ ഷൗക്കത്ത് ഏറ്റവും അനുയോജ്യനായ സ്ഥാനാർത്ഥിയാണ്. UDFിനോട് സഹകരിക്കണമെങ്കിൽ അൻവർ തിരുത്തണം, അല്ലാതെ മാറി നിന്ന UDFിനെയും സ്ഥാനാർത്ഥിയെയും വിമർശിക്കുകയല്ല വേണ്ടതെന്നും VM സുധീരൻ പറയുന്നു. UDFുമായി സഹകരിച്ചു പോകാനാണ് അദ്ദേഹം ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും UDF സ്ഥാനാർത്ഥിയെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള പരാമർശം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ലായിരുന്നു. ആദ്യം അദ്ദേഹം തിരുത്തട്ടെ, സ്ഥാനാർത്ഥിയെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള പരാമർശം പിൻവലിക്കട്ടെ, UDFിനെതിരായിട്ടുള്ള പരാമർശം പിൻവലിക്കട്ടെ. ആ രീതിയിൽ തെറ്റ് തിരുത്തി അദ്ദേഹം മുന്നോട്ട് വരാൻ തയ്യാറാകുകയാണ് ഈ സന്ദർഭത്തിൽ ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത്, ആവശ്യമായിട്ടുള്ളത്. രാഗൻ കൂടി നിലമ്പൂരിൽ നിന്ന് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഗൻ, ഇന്ന് ദേശാഭിമാനിയിൽ ആദ്യം ലേഖനം, അത് കഴിഞ്ഞ് പരസ്യമായി പ്രതികരണം. അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് കേട്ടൊരു ആരോപണം തന്നെയാണ് അത്. ആര്യാടൻ ഷൗക്കത്ത് പാലം വലിച്ചു, അതാണ് VV പ്രകാശ് തോൽക്കാനുള്ള കാരണമെന്ന്. ആ ആരോപണം ഇപ്പോൾ സ്വന്തം സ്ഥാനാർത്ഥി ആയിട്ടില്ല, പക്ഷേ ഇപ്പോൾ അവരെങ്ങനെയായിരിക്കും ഇനി ഇടതുപക്ഷത്തിന്റെ ലൈൻ എന്തായിരിക്കുമെന്ന് വ്യക്തമാക്കുന്നതാണ് ഇന്ന് ആ ലേഖനവും പ്രതികരണവും. തീർച്ചയായും, അതായത് CPM സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ CPMന് കഴിഞ്ഞിട്ടില്ല എന്നടക്കമുള്ള വിമർശനങ്ങൾ കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ നിന്നടക്കം ഉയരുന്നുണ്ട്. അത്തരം ചില പരിഹാസ പോസ്റ്റുകൾ ഉൾപ്പെടെ വരുന്നുണ്ട്. ഈ ഘട്ടത്തിലാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അദ്ദേഹത്തിന്റെ ആ ലേഖനത്തിൽ ഇക്കാര്യങ്ങൾ പറയുകയും ചെയ്തിരിക്കുന്നത്. അതായത് 2021 ആ സംഭവം ഇപ്പോൾ എടുത്തുയർത്തുകയാണ് LDF. നേരത്തെ LDF പ്രതിരോധത്തിലായി എന്നടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെട്ട ഘട്ടത്തിലാണ് ഒരു തിരിച്ചടി എന്ന നിലയിൽ ഈ വിഷയം ഉയർത്തുന്നത്. കോൺഗ്രസിലെ ഭിന്നതകൾ പരമാവധി മുതലെടുക്കാൻ തന്നെയാണ് ഈ LDFന്റെയും CPMന്റെയും തീരുമാനം. അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥി ചർച്ചകൾ നിർണായക ഘട്ടത്തിലാണ്. ഏറ്റവും ഒടുവിൽ M സ്വരാജിലേക്കും അതോടൊപ്പം തന്നെ ഷിനാസ് ബാബുവിലേക്കും ഒക്കെ ചർച്ച കേന്ദ്രീകരിക്കുന്നു. സ്വരാജിന് മേൽ സമ്മർദ്ദം ശക്തമായി ഉണ്ട് എന്നടക്കമുള്ള വിവരങ്ങൾ അടക്കം പുറത്തേക്ക് വരികയാണ്. ഈ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഒരു വിഷയം മുന്നോട്ട് വയ്ക്കുന്നത് CPM. പ്രധാനമായും ഇത് ഉദ്ദേശിക്കുന്നത് കോൺഗ്രസിനകത്ത് നേരത്തെ മുതൽ ചില ടഗ് ഓഫ് വാറുകളുണ്ട്. അത് ആര്യാടൻ മുഹമ്മദുമായി ബന്ധപ്പെട്ട കുടുംബവുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ VV പ്രകാശ് ഉൾപ്പെടെയുള്ള പല കേന്ദ്രങ്ങൾ, പല തുരുത്തുകൾ കോൺഗ്രസിലുണ്ട്. ഇത്തരം വിഷയങ്ങളടക്കം നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് ഈ ആരോപണങ്ങൾക്കൊന്നും, അതായത് സംസ്ഥാന സെക്രട്ടറിയാണ് ഈ ഒരു ആരോപണം ഉന്നയിച്ചത്. താൻ വെറും ഒരു UDFിന്റെ സ്ഥാനാർത്ഥിയാണ്, അതുകൊണ്ട് താൻ മറുപടി പറയുന്നില്ല എന്ന് പറഞ്ഞൊഴിയുകയാണ് ആര്യാടൻ ഷൗക്കത്ത്.